വനിതകൾ ഉൾപ്പെട്ട വലിയൊരു മനുഷ്യക്കടത്തിന്റെ വാർത്ത കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഞെട്ടലോടെ കേട്ടത്. മോഡലിംഗിന്റെ മറവിൽ ആയിരുന്നു സെക്സ് റാക്കറ്റ് പ്രവർത്തിച്ചത് എന്നതാണ് വിവരം. ഈ സെക്സ് റാക്കറ്റിലേക്ക് സ്ത്രീകളെ പ്രലോഭിപ്പിച്ച്, അതായത് മറ്റു പല ജോലികളുടെയും പേര് പറഞ്ഞുകൊണ്ടൊക്കെ എത്തിച്ച് വലിയ തട്ടിപ്പ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ആ കേസിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറയുകയാണ്. DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിൽ ആയിരിക്കും അന്വേഷണം. ഒന്നാം പ്രതിയായിട്ടുള്ള സിന്ധു വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈയിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. കേസിൽ 5 പ്രതികളാണ് ഉള്ളത്. അതിൽ 3 പേർ പിടിയിലായിട്ടുണ്ട്. ഒന്നാം പ്രതി പിന്നെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച് നമുക്ക് LOC ഒക്കെ ഇട്ടത് കൊണ്ട് മുംബൈ എയർപോർട്ടിൽ നിന്ന് കിട്ടി. ഇപ്പം 3 പ്രതികൾ നമ്മളുടെ കസ്റ്റഡിയിലുണ്ട്. ഇത് ഡീറ്റെയിൽ അന്വേഷണം ചെയ്തിട്ട് നമുക്ക് ശക്തമായിട്ട് പോകാം. ഒരു SIT DCP 1 അശ്വതിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. എൻ്റെ റിക്വസ്റ്റ്, ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ DCPക്ക് തന്നെ ഡയറക്റ്റായിട്ട് അറിയിച്ചാൽ മതി. അല്ലെങ്കിൽ വനിതാ സെല്ലുടെ SHO നമ്പർ ഞാൻ കൊടുക്കാൻ പ്ലീസ്. സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ സത്യമായിട്ടുള്ളത് പറഞ്ഞെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കോൺഫിഡൻഷ്യലായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു റാക്കറ്റ് കംപ്ലീറ്റ് നമുക്ക് ഡിസ്റ്റർബ് ചെയ്യും. അവർ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് മനസ്സിലായത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സ്ത്രീ എങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സ്ത്രീ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഒരു വയസ്സൊക്കെ ഏജ് അത്രയൊന്നും ഇല്ല. പിന്നെ നമുക്ക് അവരോട് സംസാരിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അവരുടെ കംപ്ലീറ്റ് MO മനസ്സിലാക്കിയത്. ഇവരൊരു വിക്ടിമെ കോമൺ പ്ലേസിൽ വെച്ച് പരിചയപ്പെട്ടിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത് വേറെ ഒരു ബ്യൂട്ടി പാർലർ ജോലിക്കിനാണ്. അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ നടന്നിട്ടുണ്ട്. പിന്നെ എന്തായാലും മോഡലിംഗിന്റെ മറവിലാണ് പെൺകുട്ടികളെ വിദേശത്തേക്ക് കടത്തി അങ്ങനെ അതിക്രൂരമായി പീഡനത്തിന് ഇരയാകുന്നു. അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ ഇവർ പകർത്തിയിരുന്നു എന്നതൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അതോടൊപ്പം ഈ സ്ത്രീകൾക്ക് വലിയ ഗുണ്ടാബന്ധങ്ങളുണ്ട് എന്നതുകൂടിയൊക്കെയാണ്. ഇവരിൽ പലരും ഗുണ്ടകളുടെയൊക്കെ വേണ്ടപ്പെട്ടവരും അടുപ്പക്കാരും ഒക്കെയാണ് എന്ന വിവരം കൂടിയൊക്കെയാണ് പുറത്തു വരുന്നത്. ഡാനി ഇപ്പോൾ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, ഇതൊരു വലിയ റാക്കറ്റിന്റെ ഭാഗം എന്നാണോ ഇപ്പോൾ പോലീസ് പറയുന്നത്? ഏത് തരത്തിലായിരുന്നു ഇവർ പ്രവർത്തിച്ചത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ സ്ത്രീകൾ ഈ മനുഷ്യക്കടത്തിൽ ഇരകളാക്കപ്പെട്ടിട്ടുണ്ടോ? അഭിലാഷ്, നിലവിലുള്ളൊരു സൂചനകൾ അങ്ങനെയാണ്. കാരണം കൂടുതൽ പേർ ഇതിൽ ഇരകളാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ ഒരു നിഗമനം. അതുകൊണ്ട് കൂടുതൽ പരാതികൾ ഉയർന്നു വരാനുള്ള മുഴുവൻ സാധ്യതയും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുന്നത്. കൊച്ചി DCP അശ്വതി ജിജി ആയിരിക്കും ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുക. ഏതായാലും 3 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. 2 പേരെ ഇനിയും പിടികൂടാനുണ്ട്. അവർ ദുബായിലാണ് നിലവിലുള്ളത്. അവരെ നാട്ടിലെത്തിക്കാനുള്ള ചില ശ്രമങ്ങളെല്ലാം തന്നെ ഒരു ഭാഗത്ത് തുടർന്നു വരികയാണെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഈ കേസിലെ 1-ാം പ്രതിയായ സിന്ധുവിനെ കഴിഞ്ഞ ദിവസമാണ് മുംബൈയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത്. അവരെ വിദേശത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമത്തിനിടയിലായിരുന്നു ഈ പരാതി വന്നിട്ടുണ്ട്. തനിക്കെതിരായ പരാതിയുണ്ട്, പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട്, മറ്റ് അറസ്റ്റുകൾ ഉണ്ടാകുന്നു എന്ന സാഹചര്യത്തിലാണ് ഈ സിന്ധു പുറത്തേക്ക് കടക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത്. അവർ മുംബൈയിൽ പിടിയിലാകുന്നു. നാളെയോടുകൂടി അവരെ ഇവിടെ കൊച്ചിയിലെത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് 2 പേർ കൂടി പിടിയിലായി. ഒന്ന് പൊന്നാനി സ്വദേശിയായ മഞ്ജിമ, അതോടൊപ്പം തന്നെയാണ് മറ്റൊരാൾ അലീനയുടെ സാന്നിധ്യമാണ് ഇതിൽ ഏറ്റവും ക്രിമിനൽ പശ്ചാത്തലമുള്ളതും ഈ കേസിനെ മറ്റൊരു രൂപത്തിലേക്ക് എത്തിക്കുന്നതും. അലീനയ്ക്ക് വിപുലമായ രീതിയിൽ തന്നെയാണ് ക്രിമിനൽ ബന്ധങ്ങൾ ഉള്ളത്. ഇവർ പല ഗുണ്ടാ നേതാക്കളുടെയും തന്നെ വളരെ അടുത്ത ഒരാളാണ് എന്നതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രവുമല്ല ഈ കേസിൽ പരാതി അതായത് ഡാനി ഇപ്പോൾ സൂചിപ്പിക്കുന്ന പോലെ ഈ ഔറംഗസേബ് എന്ന ഗുണ്ട അല്ലെ, ആ ഗുണ്ടയുടെ ഭാര്യയാണ് താൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പരാതിപ്പെടുന്ന ആളുകളെയൊക്കെ ഭയപ്പെടുത്തിയിരുന്നു എന്ന വിവരം വരുന്നു. അതോടൊപ്പം തന്നെ ചില ഉദ്യോഗസ്ഥരടക്കം ഇത്തരം ഈ അധോലോക ബന്ധത്തിന്, അലീനയുടെ അധോലോക ബന്ധത്തിന് കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന സംശയമൊക്കെ ഇപ്പോൾ പല കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്.
ആ രീതിയിൽ തന്നെയാണ്. കാരണം ഈ ഗുണ്ടാ നേതാവുമായി ഇവർക്കുള്ള ഒരു അടുപ്പം, ആ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, ഈ ഔറംഗസീബിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ പലരെയും ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. തനിക്ക് അവരുമായിട്ടുള്ള അടുത്ത ബന്ധവും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തനിക്ക് ഇത്തരം കാര്യങ്ങളെ അതിജീവിക്കാനായിട്ട് ഇവരെ ഇത്തരം ഉയരുന്ന പരാതികൾ ഇല്ലാതാക്കാനുള്ള അടുപ്പമുള്ള തനിക്ക് ഉണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പല ഉദ്യോഗസ്ഥ തലങ്ങളിലും തനിക്കുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം തന്നെ ഇവരെ ഇരകളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയായിരുന്നു അലീനയുടേത് ഉണ്ടായിരുന്നത്. മറ്റ് പ്രതികൾ, ഈ അറസ്റ്റിലായവരും സമാനമായ രീതിയിലുള്ള ഇവരുടെ തന്നെ ഒരു ബന്ധത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ബിസിനസ് ഇവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഈ മോഡലുകളെ പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കുക, ദുബായിലേക്ക് എത്തിക്കുക, അവർക്ക് അവിടെ വലിയ അവസരങ്ങളുണ്ട് എന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുക. അവരിൽ നിന്ന് വൻതുകകൾ ഈടാക്കിയിരുന്നതായുമുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അവരെ അവിടേക്ക് എത്തിച്ചതിന് ശേഷമാണ് ഈ മറ്റ് സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട കാര്യങ്ങളിലേക്കെല്ലാം തന്നെ പോകുന്നത്. ഇവർക്ക് മയക്കുമരുന്ന് നൽകിയാണ് ഈ രീതിയിൽ ഇവരെ പീഡനത്തിന് ഇരയാക്കിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇവർ അതിൽ പ്രതികരിച്ചപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ മർദ്ദിക്കുകയും ചെയ്തിരുന്നതായുള്ള വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ആളുകളെ ഇത്തരം ദൃശ്യങ്ങൾ അത് തങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, അതോടൊപ്പം തുടർന്നും ഇവരെ ഈ സംഘത്തിനൊപ്പം നിൽക്കുവാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക് അവരെ ഭീഷണി ഉപയോഗിച്ച് അവർക്കൊപ്പം നിലനിർത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ പരാതിപ്പെട്ടവർ തന്നെ പറയുന്നത് തങ്ങൾ മാത്രമല്ല ഇതിൽ ഇരയായിട്ടുള്ളത്, ഇവർക്ക് പലരെയും തന്നെ ഫോൺ ചെയ്യുക അടക്കമുള്ള കാര്യങ്ങൾക്കെല്ലാം തങ്ങൾ ദൃക്സാക്ഷികളായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പേര് ഇതിൽ ഇരകളാക്കപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിന് ലഭിക്കുന്നത്. നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് വേറെയും പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ അത് ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. വൈകാതെ തന്നെ അതിന്റെ വിശദാംശങ്ങൾ കൂടി പുറത്തുവരും. ചെറിയ ഒരു സംഘമല്ല പിടിയിലായിട്ടുള്ളത് അഭിലാഷ്, ഇക്കാര്യവുമായി ബന്ധപ്പെട്ട്. തീർച്ചയായും ഇവിടെ ഡാനി സൂചിപ്പിക്കുന്ന പോലെ ഇതിന് പിന്നിൽ ചെറിയൊരു സംഘമല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുമാത്രവുമല്ല, പലപ്പോഴായി തട്ടിപ്പുകളിലും ഗുണ്ടാബന്ധങ്ങളിലുമൊക്കെ പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ആണ് ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കുന്നത് എന്നതുകൂടിയാണ്. അവിടെയാണ് ചില ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കടക്കം ഇതിലൊക്കെ ബന്ധമുണ്ട്. നമ്മൾ നേരത്തെ ന്യൂസ് ടെൻസിൽ ഈ പോലീസ് സേനയിലെ അഴിച്ചുപണികൾ, മാറ്റങ്ങൾ, ശുദ്ധീകരണം, അതൊക്കെ പുതിയ സർക്കാരിന് വലിയൊരു ടാസ്ക് ആയിരിക്കുമെന്ന് സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഇത്തരം തട്ടിപ്പുകാർക്ക്, മനുഷ്യക്കടത്ത് സംഘത്തിന്, സെക്സ് റാക്കറ്റിനൊക്കെ പോലീസിന്റെ കൂടി ഒത്താശയുണ്ടെങ്കിൽ അവരും തീർച്ചയായും നിയമത്തിന് മുന്നിലേക്ക് വരേണ്ടതാണ്. അവർക്കെതിരെയും നടപടികൾ അനിവാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.